നമസ്കാരം. മണ്ഡല പൂജയ്ക്ക് ഒരുങ്ങുകയാണ് ശബരീശ സന്നിധാനം. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മണ്ഡല പൂജ ആരംഭിക്കും. പിന്നെ കുറച്ച് ദിവസം നട അടച്ചിട്ടതിന് ശേഷം പിന്നീട് മകരവിളക്ക് പൂജയ്ക്കായാണ് ശബരിമല സന്നിധാനം തുറക്കുക. ഇപ്പോൾ തന്നെ 25 ലക്ഷത്തോളം ആളുകൾ ദർശന സായുജ്യം നേടിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കമാണ് ഇപ്പോൾ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ധനുമാസം മുതൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. ഭക്തരുടെ തിരക്കും വലിയ തോതിലുള്ള തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. പുണ്യം പൂങ്കാവനം സംരക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്ന സന്ദേശം. ഇതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക്കുകൾ ഇവിടേക്ക് പരമാവധി എത്തിക്കാതെ ഭക്തർ സൂക്ഷിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അത് സംബന്ധിച്ചും മണ്ഡല പൂജ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ നമ്മളോട് മേൽശാന്തിയായ അരുൺ നമ്പൂതിരി വ്യക്തമാക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മൾ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം വൃശ്ചികം 1 മുതൽ നമ്മൾ ഭഗവത് ദർശനവും അദ്ദേഹത്തിൻ്റെ നാമജപങ്ങളോടുകൂടി നമ്മൾ ഈ മലയെ വെട്ടി ഇവിടെ എത്തി നെയ്യഭിഷേകം, പുഷ്പാഭിഷേകം മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു മണ്ഡലം 41 ദിവസം എത്തിച്ചേരാൻ പോവുകയാണ്. അന്നേരം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അന്നേരം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആ മണ്ഡല പൂജ എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് ഒരു നാമജപഘോഷത്തോടെ നമ്മുടെ മണ്ഡല പൂജ നല്ല ഭംഗിയായി നടക്കുന്നതിന് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക. സ്വാമിയെ ശരണമയ്യപ്പ. നമുക്കറിയാം ഇപ്പം വളരെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ക്ഷേത്ര ദർശനം എത്തുന്നവരും കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കുന്നതും നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ ഉള്ള ഒരു പരിശ്രമം നടത്തണം. നമുക്കറിയാം നമ്മൾ 1-2 ദിവസമൊന്നും കൊണ്ട് അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് ഇത് നിശേഷം നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല. അന്നേരം കുറേശ്ശെങ്കിലും നമ്മളൊരു പരിശ്രമിച്ചാൽ ഒരു 1-2 വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നിശേഷം നമുക്ക് ഒഴിവാക്കി നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയും. നമ്മുടെ പൂങ്കാവനം പുണ്യമാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതെല്ലാവരും മനസ്സിൽ കരുതുക. സ്വാമിയെ ശരണമയ്യപ്പ. ഇത്തവണ മണ്ഡലകാലത്തോട് അടുക്കുമ്പോൾ ഭക്തജനങ്ങളും വലിയ സന്തോഷത്തിലാണ്. അവർക്ക് സുഗമമായ രീതിയിലുള്ള ദർശനമാണ് നടത്തിയത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടതായി വരുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ ഭക്തരെ തടഞ്ഞു നിർത്തുന്നത് വലിയ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കിയിരുന്നു. എന്നാൽ ഇത്തവണ അത് പഴുതടച്ചുള്ള നീക്കമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംഭവിച്ച പാകപ്പിഴകൾ അത് കൃത്യമായി പരിശോധിച്ച് ഭക്തരെ സുഗമമായ ദർശനം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പരാതികളൊന്നും ഉയരുന്നില്ല. നമുക്ക് നിരവധി വിശ്രമിക്കുന്ന ദർശനം കഴിഞ്ഞെത്തിയ ചില ഭക്തരോട് നമുക്ക് ഇതേക്കുറിച്ച് ചോദിക്കാം. അയ്യപ്പ ദർശനം കഴിഞ്ഞാൽ போன வருஷம் பரவாயில்லைங்க. போன வருஷம் ரொம்ப ரஷ்ஷா இருந்துச்சு. இந்த வருஷம் கொஞ்சம் ஃப்ரீயா இருக்கு. போன வருஷம் ரொம்ப பரவாயில்ல. இப்ப எப்படி இந்த வருஷம் எப்படி? இந்த வருஷம் சூப்பரா இருக்கு. நீட்டா பண்ணிட்டு குழந்தைங்க போன டைம் பார்த்து தரிசனம் வந்து பாத்தீங்கன்னா குத்தி விட்டாங்க. இந்த டைம்ல 18ஆம் படி ஏறணும் டேரக்டா குத்தி இருக்குல அப்படி விட்டுறாங்க. ரொம்ப 24 வருஷமா வரும். ஐயப்பனை பார்த்த தரிசனம் நல்ல தரிசனம். இப்ப இந்த கியூ கதிக்கணும் எப்படி இருக்கு? போன வருஷம் முடிய நல்லா இருந்தது. இந்த தடவை என்ன பண்ணாங்கன்னா ஏதோ இந்த புலிமேடுல இருந்து இப்படி விட்டாங்க, கொம்பால இருந்து இங்க விட்டாங்க. அட் ஏ டைம் வந்து எல்லாம் அங்க வருதுனால அவங்களுக்கு வந்து கூட்டம் பயங்கர ரஷ், ஏற முடியல. ஆனா போன வருஷம்லாம் நல்ல இங்க மெயின்டைன் பண்ணி அழகா இங்க இருந்து ஒரே கியூவா விட்டு வெல் மெயின்டைன் நல்லா பண்ணாங்க போலீஸ். அப்போ வந்து எங்களுக்கு ஈஸியா ஏறதுக்கும் சௌரியமா இருந்துச்சு. இப்போ இங்க இருந்து புல்மேடியில இருந்து ஃபுல்லா இங்க விட்டுறாங்க. சரி, இங்க விட்டா இதை விடுங்க, இதை நிறுத்திருங்க. கொஞ்சம் ஒரு 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 நிமிஷம் கேப், இதெல்லாம் ஏறின உடனே அடுத்து விடணும். விட்டாங்கன்னா நல்லா இருக்கும்.
ദോശ കണ്ട് ഇഷ്ടം പോലെ അഭിഷേകം വാങ്ങിച്ചു. സന്തോഷമായിട്ട്. സന്തോഷമുണ്ട്. എത്ര വർഷം വരുന്നേ? ഇത് 23ാമത്തെ വർഷം. അമ്മയോ? എവിടുന്നാ വരുന്നേ? നെയ്യാറ്റിൻകരയിൽ. എല്ലാ വർഷവും വരും അയ്യപ്പനെ കാണാൻ? എല്ലാ വർഷവും വരും. ഇതിന്റെ ഇടയ്ക്ക് ഒരു വർഷം വരാതെ ഇരുന്ന് ഭർത്താവ് മരിച്ചതിന് ശേഷം വരാൻ പറ്റിയില്ല. അങ്ങനെ വന്നു. എന്താ പേരെന്താ? പേര് ലളിത. കഴിഞ്ഞ വർഷം വന്നിരുന്നോ? ഓ, കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര നിയന്ത്രണവും ക്യൂ ഒക്കെ ഒരുപാട് നിൽക്കണോ? ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എല്ലാം നല്ലതായിരുന്നു. നല്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. സന്തോഷമുണ്ട്. ശരി അമ്മ. ദർശനം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ദർശനം തന്നെയായിരുന്നു. കാണാൻ പറ്റി. പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആ ഒരു തിരക്ക് കഴിഞ്ഞ 2 കൊല്ലത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല തിരക്കായിരുന്നു ഈ പ്രാവശ്യം നല്ല തിരക്കായിരുന്നു. അവിടുന്ന് കയറി ഇവിടുന്ന് കൊണ്ടുവന്നു ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ഇവിടെ വന്നു. സന്തോഷം. കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭയങ്കര 8 മണിക്കൂർ നിന്നാണ്. പ്രാവശ്യം 1.5-2 മണിക്കൂർ നിന്നുള്ളൂ. എത്ര പ്രാവശ്യം വരുന്നേ? ഞാനും മക്കളും കരുതുന്നില്ല. അവര് 22 വർഷമായി. അവര് 5-6 വർഷമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? അയ്യപ്പനെ കണ്ടോ? പറയൂ. കഴിഞ്ഞ വർഷത്തെ പോലെ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് ആണെങ്കിലും കുറച്ച് തിരക്ക് കൂടുതലാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സുഖദർശനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ക്യൂവിന്റെ ഇതുകൊണ്ട് പെട്ടെന്ന് കടന്ന് ദർശനത്തിനുള്ള കാര്യങ്ങളുണ്ട്. ദർശനം അയ്യപ്പനെ കണ്ടു? ഈ പ്രാവശ്യം അയ്യപ്പനെ കണ്ട സുഖമായിട്ട് കണ്ടു. പിന്നെ വരുമ്പോ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ വേറെ തിരക്കൊന്നും സീനൊന്നുമില്ല. വെർച്വൽ ക്യൂ ബുക്കിലൊക്കെ വെർച്വൽ ക്യൂലായിരുന്നു. ഒരു സീനും ഇല്ല. ഓക്കെ, താങ്ക്സ്. ദർശനം ഇത്തവണ എങ്ങനെയാണ്? ഒരു കുഴപ്പമില്ലായിരുന്നു. സുഖമായിരുന്നു. നന്നായിട്ട് കണ്ടു. നന്നായിട്ട് ദർശനം. ഈ നമ്മുടെ വെർച്വൽ ബുക്കിംഗ് ഒക്കെ ആട്ടോ? അതാ ബുക്കിംഗ് ആയിട്ട് വന്നത്. കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെ. ദർശനം കിട്ടി? കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ദർശനം കിട്ടി. തിരക്കുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. സുഖമായി ദർശനം കിട്ടിയത്. അയ്യപ്പനെ കണ്ടോ? അയ്യപ്പനെ കണ്ടല്ലോ. നല്ലതുപോലെ കണ്ടു. 2 പ്രാവശ്യം കണ്ടു. നിങ്ങൾ ആരൊക്കെയാ? ഞാനും എന്റെ കൂട്ടുകാരിയാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആണ് വന്നിരിക്കുന്നത്? ഞങ്ങൾ 2 പേരും വന്നിരിക്കുന്നത്. അല്ല, എല്ലാ വർഷവും ഇല്ല. കഴിഞ്ഞ അങ്ങേ വർഷം വന്നിരുന്നു. അപ്പൊ പിന്നെ ഈ വർഷം, കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. ഈ വർഷം വന്നു. സന്തോഷമായി. എല്ലാവരെയും കണ്ട് സന്തോഷമായി. ക്യൂ ഒക്കെ നിൽക്കേണ്ട വന്നോ? ഒരുപാട് സമയം? ഇല്ല, പോലീസുകാർ കൊണ്ട് നിർത്തും. നമ്മളെ നല്ലതുപോലെ കൊണ്ടുവന്ന് ക്യൂവിൽ നിന്ന് ഒഴിച്ചു മാറ്റി. ഈ വെർച്വൽ ക്യൂ ഒക്കെ ബുക്ക് ചെയ്തിട്ടില്ല വന്നേക്കുന്നത്? അതൊക്കെ ചെയ്തു. അതൊക്കെ അറിയാമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, അവിടെ വന്ന് നമ്മള് ചെയ്തു. അത് അവര് തന്നെ പോലീസുകാർ പറഞ്ഞു തന്നു. നമുക്ക് നല്ലപോലെ കാണാൻ പറ്റി അയ്യപ്പനെ. നല്ലതുപോലെ കാണാൻ പറ്റി. വോളണ്ടിയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ പിന്നെയും പറഞ്ഞു വിട്ടു, ഒന്നുകൂടെ പോയി കാണാൻ പറഞ്ഞു. നമ്മളെ കയറി കണ്ടത്. തീർച്ചയായും. കാപ്പാട് നിന്നാണ്, കാലിക്കറ്റ്. ഭയങ്കര തിരക്കാണ് പ്രാവശ്യം. എന്നാലും കുഴപ്പമൊന്നുമില്ല. ദർശനമൊക്കെ അടിപൊളിയായിരുന്നു. അടുത്ത കൊല്ലം വരാൻ സാധിക്കട്ടെ എന്ന് അയ്യപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാമി ശരണം. ഞാൻ 26 വർഷം കൊണ്ട് മല കയറുന്ന വ്യക്തിയാണ്. ഈ പ്രാവശ്യം തിരക്കുണ്ടായിരുന്നു. എങ്കിൽ തന്നെ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ സ്വാമിമാരുടെ തിരക്ക് നിയന്ത്രണത്തിൽ ഇച്ചിരൂടെ വ്യത്യാസം വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരുന്നതാണ്. ബോംബെ കലമ്പൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ പണ്ടത്തിലൊക്കെ ഒരുപാട് നമ്മുടെ പിന്നെ ടോയ്ലറ്റ് ഇതൊക്കെ നല്ല ശുദ്ധീകരണങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ കുറെ മാറാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ വർഷം നല്ല ബെറ്റർ ബസ് സർവീസ് നമുക്ക് കിട്ടി. ഒരു ബസ്സിൽ നമ്മൾ 46 പേര് ഒന്നായിട്ട് ഇവിടുന്ന് നിലക്കൽ നിന്ന് പമ്പ വരെ. ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിലയ്ക്കൽ വന്നിട്ട് ഞങ്ങളെ വണ്ടി വിടാതെ ഇവിടെ അവിടുന്ന് കയറ്റിയെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പൈസ ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം. ആ രീതി അത് നമുക്ക് ഇഷ്ടമല്ല. കാര്യം അത് വേണമെങ്കിൽ പൈസ മേടിച്ചോട്ടെ, എങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് പിന്നെ വണ്ടി കയറുന്ന അത് ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ദർശനമൊക്കെ നല്ലപോലെ സാധിച്ചു. ദർശനമൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ല ദർശനമായിരുന്നു. എന്നാലും നമ്മൾ ഒരു 4 മണിക്കൂർ ലൈൻ നിൽക്കേണ്ടി വന്നു.
വളരെ അത് കുറവാണ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 15 മണിക്കൂർ നിങ്ങൾ ബോംബെയിൽ നിന്ന് എങ്ങനെ എല്ലാ വർഷവും ഇവിടെ വരും? എല്ലാ വർഷവും ഞങ്ങൾ ഇത് 26 വർഷമാണ് ഞങ്ങളുടെ 26ാമത്തെ വർഷം ഞങ്ങൾ നമ്മൾ ട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അയ്യപ്പൻ അമ്പലമുണ്ട്, കലമ്പുളി അയ്യപ്പ അമ്പലത്തിനാണ് നമ്മൾ കെട്ടുകാർച്ച വരുന്നത്. 25 ദിവസം വ്രതം എടുത്താണ് ഞങ്ങൾ വരുന്നത്. വ്രതം എടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ ഗുരുസ്വാമി ഉണ്ട്, റൂമിലായിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നാളെ പോകത്തുള്ളൂ. ഇവിടെ മാത്രമല്ല വരുന്നത്, ഫസ്റ്റിലെ കാടാമ്പുഴ വരും, കാടാമ്പുഴ കഴിഞ്ഞ് ഗുരുവായൂർ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പിന്നെ ഇവിടെ എരുമേലി പേട്ട തുള്ളി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സന്നിധാനത്ത് കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് പിന്നെ പഴനിയാണ്. പഴനി കഴിഞ്ഞ് ഞങ്ങൾ ഒരു 7 ദിവസത്തെ ട്രിപ്പാണ്. അത് കഴിഞ്ഞ് ബോംബെക്ക് പോകും. ആദ്യമായിട്ടാണ് വരുന്നത്? അല്ലല്ല, ഇത് അഞ്ചാമത്തേതാ. ഓ നല്ലപോലെ കണ്ടു. കുറച്ച് തിരക്ക് വെക്കില്ല. ഞാനൊരു കാപ്പാട് സുഖമായിട്ട് കണ്ട അയ്യപ്പന. ഓ അടുത്ത കൊല്ലം വരാൻ സാധിക്കട്ടെ. ഏതായാലും ഭക്തജനങ്ങളും വലിയ സന്തോഷത്തിലാണ്. കഴിഞ്ഞ തവണ വ്യാപകമായ പരാതിയും പ്രതിഷേധവും ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ അത് ശ്രദ്ധയോടെയാണ് ഇത്തവണത്തെ തീർത്ഥാടനത്തെ വരവേറ്റത്. അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതോടെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അയ്യപ്പഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങളാണ് ഇത്തവണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിയോടെ സന്തോഷത്തോടെ ദർശന സായുജ്യം നേടി ഓരോ തീർത്ഥാടകരും മലയിറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ശബരിമല.